നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കലിൽ മദ്യലഹരിയിലുണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി വെള്ളപ്പറമ്പിൽ വീട്ടിൽ മോഹനന്റെ മകൻ മിഥുനാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്തുക്കളായ 4 പേരെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ്. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിലാണ് ജീവനക്കാരൻ 2 കോടിയിലധികം രൂപ തട്ടിയത്. സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി പടയന്നൂർ പോലീസിൽ പരാതി നൽകി. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രഖ്യാപിച്ച ഒരു ദിവസം 1 കോടി നിക്ഷേപം സ്വീകരിക്കുന്ന പദ്ധതി 1 കോടി 6 ലക്ഷം രൂപ നിക്ഷേപം സമാഹരിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനവും നിക്ഷേപകർക്ക് FT റെസിറ്റ് വിതരണവും MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നിർവഹിച്ചു. കൊള്ളപ്പലിശക്കാരെ വെല്ലുന്ന വിധത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാരികളോട് പെരുമാറുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ. ലൈസൻസ് പുതുക്കുന്നതിൽ വീഴ്ച വന്നാൽ വട്ടിപ്പലിശ കണക്കിലാണ് പിഴ ഈടാക്കുന്നത്. മാളയിൽ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 56 വർഷം കഠിന തടവ് വിധിച്ച് ചാലക്കുടി അതിവേഗ പ്രത്യേക പോക്സോ കോടതി. തിരുവനന്തപുരം ആനാട് ചുള്ളിമാനൂർ നീറ്റാണി തടത്തരികത്ത് പ്രവീണിനാണ് കഠിന തടവും 3.9 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. BRC കൊടുങ്ങല്ലൂർ പരിധിയിലുള്ള പ്രത്യേക പരിഗണനയർഹിക്കുന്ന കുട്ടികൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകിക്കൊണ്ട് ഈ വർഷത്തെ ഉപകരണ വിതരണ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ നിർവഹിച്ചു. ഗ്യാൻവാപ്പി അനീതി ആവർത്തിക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനം നടന്നു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കാദിയാള മഹൽ പ്രസിഡന്റ് സിദ്ദീഖ് കടമ്പോട്ട് അധ്യക്ഷത വഹിച്ചു. മാളയിൽ നിന്ന് മാറ്റിയ KCB സെക്ഷൻ ഓഫീസ് തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് VR സുനിൽകുമാർ MLA കത്തു നൽകി. സൗകര്യമില്ലാത്തതിന്റെ പേരിലാണ് മാളയിൽ നിന്ന് അഷ്ടമിച്ചിറയിലെ വാടക കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റിയത്. കൊടുങ്ങല്ലൂർ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ഹൈജാക്ക് ചെയ്യാനും BJP കൗൺസിലർമാർക്കും പാർട്ടിക്കുമെതിരെ CPM നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കുമെതിരെ BJP കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിന്റെ 3ാം ഘട്ടം ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാഖി മുഖ്യാതിഥിയായി. ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.